ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെള്ളാട്ട് പോക്കർ. അപ്പോ ഗായ്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2 ദിവസം മുമ്പ് ഫെമിനിസ്റ്റുകൾ എല്ലാവരും കൂടി വന്നിരുന്നിട്ട് സംസാരിച്ച ഒരു വീഡിയോ വൈറലാണ് ഇപ്പോ. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്ന് ആ വീഡിയോനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പൊ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീ അത് എങ്ങനെയാണെന്ന് പുരുഷൻ കണ്ടുപിടിച്ചിട്ട് വേണം കയറിയിരിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ദീപകിന്റെ മരണം. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു സാഡിസം ഉണ്ടായി കഴിഞ്ഞു. അതായത് പുരുഷനെ ആക്രമിക്കാൻ വേണ്ടി ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ആരോപണം ഉണ്ടാക്കുക. അത് തെളിയിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഒരിക്കൽ പോലും തെളിയിക്കപ്പെടുന്നില്ല. എപ്പോഴാണ് തെളിയിക്കപ്പെടുന്നത്? ആ ഇര ഇപ്പൊ ഇവിടെ ആരാ ഇരയാവുന്നത്? വേട്ടക്കാരനാണോ വേട്ടക്കാരിയാണോ എന്നുള്ള ഇര ഇപ്പൊ ആരാവുന്നത്? ഇപ്പൊ ദീപക് ഇരയായ സംഭവം യഥാർത്ഥത്തിൽ ദീപകിനെ അതിനെ അതിജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായിപ്പോയി. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയധികം അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം നിവൃത്തിയില്ലാതെയാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത്. പക്ഷെ അതിന് കാരണം കണ്ടുകൊണ്ടിരിക്കുന്നൊരു വിചാരിക്കരുത് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും സന്ധ്യ മാം പറഞ്ഞ പോലെ വിമർശനങ്ങൾ കിട്ടി എന്നതിന്റെ പേരിൽ സൂയിസൈഡാണ് ഏറ്റവും നല്ല വഴി. സൂയിസൈഡ് ഒന്നിനും ഒരിക്കലും അല്ല. 1000 ഭീരുക്കളോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണെന്ന് ദീപക് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെ അതിജീവിച്ചവരോട് ഇല്ലേ? സോ അങ്ങനെ ആ പുള്ളിക്കാരൻ ചെയ്തത് എന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരന്റെ അപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ 2-3 ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പുള്ളിക്കാരൻ പോയിട്ട് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതെന്ന്. സംഭവം പുള്ളി ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളല്ലേ. 42 വയസ്സുള്ള ഇത്രയും കാലം സമൂഹത്തിൽ ജീവിച്ച ഒരാളല്ലേ. പെട്ടെന്ന് പുള്ളിക്കെതിരെ അങ്ങനെ ഒരു വീഡിയോ സഹിതം ഒരു പെണ്ണ് രംഗത്ത് വന്ന് പറയുക എന്ന് പറയുമ്പോൾ അഭിമാനമല്ലേ വലുത്. അപ്പൊ അതിന്റെ കാരണം കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ അത് ചെയ്തത്. ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ ഏതെങ്കിലും ഉന്നത പദവിയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും പഴയ കാലത്ത് എന്നെ അങ്ങനെ തൊട്ടു, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എന്നെ അവിടെ കൊണ്ടിരുത്തി. ഈ സമയത്തൊന്നും ആണുങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. രണ്ടുപേരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അതിനുശേഷം പെട്ടെന്ന് പറയുന്നു അയാൾ ഒരു കാര്യം കേട്ടോ. ഒരു നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടക്കണ ഒരു 100-ൽ ഒരു 70-80% കേസ് നിങ്ങൾ എടുത്താലും ഈ പറഞ്ഞ അതിജീവിതകൾ വരുന്നതുണ്ടല്ലോ. അധികം ഏതെങ്കിലും ഒരു ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിക്കോട്ടെ, വേറെ സോഷ്യൽ മീഡിയ മേഖല ആയിക്കോട്ടെ, സിനിമ മേഖല ആയിക്കോട്ടെ, ഒരു ഫെയിം ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ഫെയിം ഉള്ള ആളുടെ അടുത്ത് ആ സമയത്ത് ഈ പറഞ്ഞ കഥയും പറഞ്ഞുകൊണ്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നെ അവൻ ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് പീഡിപ്പിച്ചു, 1 വർഷം മുമ്പ് ഞങ്ങൾ തമ്മിൽ പ്രണയിച്ചു. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട കേസെല്ലാം അങ്ങനെയാണ്. അതിനുശേഷം പെട്ടെന്ന് പറയുന്നു അയാൾ എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പൊ ഈ അന്ന് സ്ത്രീകൾക്ക് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടാവില്ല. ഇവളേതാ? ഇവള് നമ്മുടെ കളങ്കാവിൽ സിനിമ, മമ്മൂട്ടിയുടെ കളങ്കാവിൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ റിവ്യൂ എന്തോ പറഞ്ഞിട്ട് ഇവളൊരു കഥയുണ്ട്. ആ കഥ ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കാം ഇവിടെ. അതിനുശേഷം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. കളങ്കാവിൽ കണ്ടത് ഞാൻ എന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ്. അപ്പൊ കളങ്കാവിൽ കണ്ടപ്പോ എനിക്ക് ആ മമ്മൂട്ടിയുടെ കഥാപാത്രം, എന്റെ അച്ഛന്റെ കഥാപാത്രം, മീൻസ് എന്റെ ഫാദർ അങ്ങനെയാണ്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അത് അങ്ങനെ ഒരു മാരേജിലുണ്ടായ ഒരാളാണ് ഞാൻ. അപ്പൊ സന്തോഷം, അങ്ങനെ ഒരു മാരേജിൽ ഉണ്ടായ കുട്ടിയാണത്. സന്തോഷമുള്ള അല്ല. ഇപ്പൊ ഇവിടെ വന്ന് ഈ മണികണ്ഠനാരുടെ ഷോയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ഇതാണോ? അതാണോ നിലവിൽ ഈ ഷോയ്ക്ക് പങ്കെടുക്കാനുള്ള ഒരു യോഗ്യത? അതാണോ? അത് മനസ്സിലായില്ല. അല്ല, ഇവള് ഒക്കെ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഒരു ഫെമിനിസത്തിനെതിരെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുപരി തേങ്ങയോ മാങ്ങയോ ഇവള് പറയണത്. ഞാൻ ആ ഒരു തികണനാറ ഷോയ്ക്കകത്ത് ഒരു 10-15 മിനിറ്റോളം ഞാൻ കണ്ടു. അപ്പൊ തന്നെ ഇവളുടെയൊക്കെ വർത്താനം കേട്ടിട്ട് അങ്ങോട്ട് ബാഡ് ആയിട്ട് നിർത്തിപ്പോയതാ. അപ്പോ ഇതൊന്നും സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആൾക്കാരെയാണ് ഒന്നാമത്തെ കേസ് അവിടെ കൊണ്ടിരുത്തിയിട്ട് ഈ പറഞ്ഞ പോലെ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ തീരുമാനമെടുക്കും. ദീപകിനെ പോലുള്ള അടുത്തൊക്കെ പോയിട്ട് മീറ്റുവിന്റെ അർത്ഥം ചോദിക്കുവാണെങ്കിൽ മീൻ 2 എന്ന് പറഞ്ഞ കളയും. അതുപോലും അറിയാത്ത ടീമാണ് വന്നിരുന്നിട്ട് മീറ്റുവിനെ പറ്റി സംസാരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള വന്നിട്ട് ആധികാരികമായി സംസാരിക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ 24/7 വലിയ ചാനലൊക്കെ അല്ലേ. എന്ത് ക്വാളിറ്റിയുടെ പുറത്താണ് ഈ ആളിനെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കേണ്ടത്? എന്ത് ക്വാളിറ്റിയുടെ പുറത്താണ് സംസാരിപ്പിക്കണേ?